പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. ഓരോ സാമ്പത്തിക വർഷാവസാനവും നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ വിലയിരുത്തി അതിനനുസരിച്ച് പോർട്ട്ഫോളിയോ പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത വർഷം മികച്ച നേട്ടമുണ്ടാക്കാനും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും നിക്ഷേപകർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട 5 സാമ്പത്തിക നിയമങ്ങൾ പറഞ്ഞു തരാം. അച്ചടക്കം കൈവിടരുത്, ലക്ഷ്യം തെറ്റരുത്. ഏത് നിക്ഷേപ പദ്ധതിയിലായാലും അച്ചടക്കമാണ് പ്രധാനം. ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാൻ തുടക്കത്തിൽ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെ നിക്ഷേപം തുടരണം. വിപണിയിലെ താൽക്കാലിക ലാഭങ്ങൾ കണ്ട് നിക്ഷേപം പിൻവലിക്കാനുള്ള ആ ത്വര അങ്ങ് ഒഴിവാക്കുക. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളോട് വിശ്വസ്തത പുലർത്താൻ ദീർഘകാല നിക്ഷേപം നിലനിർത്തേണ്ടത് നിർബന്ധമാണ്. സ്വർണ്ണ തിളക്കത്തിൽ കണ്ണ് മഞ്ഞളിക്കരുത്. സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ചരിത്രപരമായ നേട്ടമുണ്ടായ വർഷമാണ് 2025. മാസങ്ങൾക്കുള്ളിൽ 65% കുതിച്ചുയർന്ന സ്വർണ്ണവില എല്ലാവരെയും ഞെട്ടിച്ചു. എന്നാൽ ഈ ട്രെൻഡ് 2026 തുടരണമെന്നില്ല. ഓഹരികൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും ബാധകമായ അതേ നിയമം തന്നെയാണ് സ്വർണത്തിനും ബാധകം. അതിനാൽ സ്വർണത്തിൽ മാത്രം അമിതമായി നിക്ഷേപിക്കാതെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ ശ്രദ്ധിക്കുക. മുൻ പ്രകടനം ഒരളവുകോലായി കാണണ്ട. ഒരു ഓഹരിയുടെയോ ഫണ്ടിന്റെയോ കഴിഞ്ഞ വർഷത്തെ പ്രകടനം അത് നല്ലതായാലും മോശമായാലും ഒരു സൂചനയായി മാത്രം എടുക്കുക. ഒരു ഓഹരിയുടെ ഭാവി വളർച്ച അളക്കാൻ അതിന്റെ ആന്തരിക മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തണം. ഒരു ഓഹരിയുടെ കഴിഞ്ഞ കാലത്തെ വളർച്ചയ്ക്ക് അതിന്റെ ഭാവിയുമായി നേരിട്ട് ബന്ധമുണ്ടായിരിക്കണമെന്നില്ല. ലക്ഷ്യങ്ങൾ വീണ്ടും കണക്കാക്കാൻ മറക്കരുത്. ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് ഒരു വർഷം കൂടി അടുത്തുവെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് 2030 വീട് വാങ്ങാനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ശേഷിക്കുന്നത് 4 വർഷം മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുന്നോടിയായി പോർട്ട്ഫോളിയോ പുനഃപരിശോധിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ഇനി നികുതി ഇളവിന്റെ കാര്യമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പഴയ നികുതി വ്യവസ്ഥ പിന്തുടരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള നികുതി ഇളവുകൾ ലാഭിക്കാൻ 2026 മാർച്ച് 31 മുൻപ് നികുതി ലാഭ ഉപകരണങ്ങളിലെ നിക്ഷേപം പൂർത്തിയാക്കണം. PPF, KVP, SSY പോലുള്ള നികുതി ലാഭ ഉപകരണങ്ങളിൽ കൃത്യസമയത്ത് തന്നെ നിക്ഷേപം നടത്തി നികുതി ഇളവ് ഉറപ്പാക്കുക.